നമസ്കാരം. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുകയാണ്. തീവെയിലിൽ സൂര്യാഘാതമേറ്റ് മനുഷ്യർ മരണമടയുന്നു. വെന്തുരുകുന്ന ചൂട് അന്തരീക്ഷത്തെ ചുട്ടുപൊള്ളിക്കുമ്പോൾ സമാന്തരമായി രാഷ്ട്രീയ താപനിലയും ഉയരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഗണപതി കല്യാണം പോലെ നീണ്ടുപോകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ നിരാശയിലാണ്. ഉള്ള ആത്മവിശ്വാസം പോലും ചോർന്നു പോകും വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. വയനാടും വടകരയിലും UDFിൻ്റെ പ്രചരണം തന്നെ നിലച്ച മട്ടാണ്. മനസ്സറിയും യന്ത്രം ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ലാത്തടത്തോളം കാലം വയനാട്ടിലേക്ക് വരുമോ രാഹുൽ എന്നത് ഒരു സമസ്യയായി തുടരും. എന്നാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് താപനില ഉയരുകയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക പരിപാടിയായ അങ്കച്ചൂടിലേക്ക് സ്വാഗതം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇന്ന് ഇരവിപുരം മണ്ഡലത്തിലെ മയ്യനാട് പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. NK പ്രേമചന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ രംഗത്തെത്തി. ആരാണ് രാഷ്ട്രീയ വഞ്ചന കാണിച്ചതെന്നും ആരുടെ പേരിലാണ് പുതിയ രാഷ്ട്രീയ ബാന്ധവം എന്ന ആരോപണം ഉയർന്നിരിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാമെന്ന് ബാലഗോപാൽ പറഞ്ഞു. CPIM-ഉം BJP-യും തമ്മിലാണ് രഹസ്യബന്ധമെന്ന ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ ഇരവിപുരം മണ്ഡലത്തിലാണ് ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത്. മയ്യനാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ കണ്ട് അദ്ദേഹം വോട്ടിനു വേണ്ടി അപേക്ഷിച്ചു. നിലവിൽ ഈ കേന്ദ്രത്തിലുള്ള BJP ഗവൺമെന്റിന്റെ മോശമായ നടപടികളും ജനദ്രോഹ നടപടികളും അതിന് സമമായി തന്നെ നിന്നിരുന്ന കോൺഗ്രസിന്റെ നിലപാടുകളും ഒക്കെ തന്നെയാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ CPM BJP ബന്ധമാണ് സംസ്ഥാനത്ത് ഗൂഢാലോചനയുണ്ടെന്നും അങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അതിന് KN ബാലഗോപാൽ വ്യക്തമായ മറുപടിയും നൽകി. എല്ലാവർക്കും അറിയാം, ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചാണ് കോൺഗ്രസിന്റെ UDFിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾക്ക് അറിയാം. ഇപ്രാവശ്യം അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അത്ഭുതമൊന്നും ആളുകളെ സംബന്ധിച്ചില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആളുകൾ ആ കാര്യങ്ങൾ ഒന്നുകൂടി തുറന്നു മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം കാണണം. 4-5 മണ്ഡലങ്ങളിൽ UDFും BJP-യും തമ്മിലൊരു ധാരണയുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ വരുന്നത്. ജനങ്ങൾ വളരെ ഇക്കാര്യത്തെ സംബന്ധിച്ചൊക്കെ അവെയർ ആയിരിക്കും. അവർ നല്ല ധാരണയുള്ളവരായിരിക്കും. അവർ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയം ഈ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് അബദ്ധത്തിലേക്ക് എത്താതിരിക്കുന്നതാണ് നല്ലത്. സത്യസന്ധമായി പ്രവർത്തിക്കുന്നതാണ് എപ്പോഴും രാഷ്ട്രീയത്തിലും എല്ലാ പൊതുപ്രവർത്തന രംഗത്തും നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ. UDF സ്ഥാനാർത്ഥി ഇന്ന് ഇരവിപുരം മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹവും വോട്ട് അഭ്യർത്ഥിച്ചത്. കണ്ണനല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കശുവണ്ടി മേഖലയിലാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. അതേസമയം BJP-യുടെ സ്ഥാനാർത്ഥി KV സാബു അദ്ദേഹത്തിന്റെ പരമാവധി വോട്ടുകൾ നേടിയെടുക്കുക, കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് നേടുക, വിജയം ഉറപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJP-യുടെ ശക്തമായ ഒരു പോരാട്ടവും ഇപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു വരുന്നു. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറി. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ ആദ്യഘട്ട പര്യടനം പുരോഗമിക്കുമ്പോൾ വൻ സ്വീകാര്യതയാണ് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വീണ ജോർജിന് ലഭിക്കുന്നത്. അതേസമയം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണിയുടെയും NDA സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രന്റെയും മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമായി. സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരത്തിന് ചൂടേറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വീണ ജോർജ് പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. മികച്ച പ്രതികരണം തന്നെയാണ് വോട്ടർമാരിൽ നിന്ന് തന്നെ വീണ ജോർജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഹർഷാരവത്തോടുകൂടിയാണ് വീണ ജോർജിനെ സ്വീകരിക്കുന്നത്. ഇന്ന് റാന്നിയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ ജോർജ് പര്യടനം നടത്തി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്രപരമായ വിജയം ഇടതുമുന്നണി നേടുമെന്ന് തന്നെയാണ് വീണ ജോർജ് വ്യക്തമാക്കിയത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന, മണ്ണിന് വേണ്ടിയും കർഷകന് വേണ്ടിയും സംസാരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ 3 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ വാസ്തവത്തിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം അത് വലിയ ആവേശകരമാണ്. കേന്ദ്രതലത്തിൽ നിന്നുകൂടി നമുക്ക് സഹായം നേടിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റബ്ബർ മേഖല റബ്ബർ ഉൾപ്പെടുന്ന കാർഷിക വിളകൾ, ഈ മലയോര കർഷകരുടെ അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. അത് നിശ്ചയമായിട്ടും നമ്മളത് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുകയോ ചെയ്യും. അതേസമയം UDFിന്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആന്റോ ആന്റണി കൺവെൻഷനുകൾ പങ്കെടുത്തു. അടൂരിലും തിരുവല്ലയിലുമായിരുന്നു ആന്റോ ആന്റണിയുടെ കൺവെൻഷനുകൾ. 3ാം അംഗത്തിന് തയ്യാറെടുക്കുന്ന ആന്റോ ആന്റണി മികച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് നമ്മോട് വ്യക്തമാക്കിയത്. കൂടുതൽ ജനങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും
ഈ തെരഞ്ഞെടുപ്പ് വേദികളിൽ കാണുന്നുണ്ട്. 100% വിജയപ്രതീക്ഷയാണുള്ളത്. എന്തിനു മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മണ്ഡലത്തിൽ ഇടതുമുന്നണി പ്രചരണത്തിൽ ഏറെ മുൻപേ പോയതോടെ ഒപ്പമെത്താൻ ശ്രമിക്കുകയാണ് NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനും. കെ സുരേന്ദ്രൻ ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. കോന്നി, അടൂർ, പന്തളം തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു കെ സുരേന്ദ്രനും പര്യടനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു മധ്യ കേരളത്തിലെ വിശേഷങ്ങളുമായി സാലി മുഹമ്മദ് നിങ്ങൾക്കൊപ്പം ചേരും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ കോൺഗ്രസ് നേതാവ് VM സുധീരൻ നടത്തിയ ആക്ഷേപം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ വിഷയമായി മാറിക്കഴിഞ്ഞു. സുധീരൻ തന്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന SNDP യോഗത്തിന്റെ ആവശ്യം മേഖലയിലെ UDF സ്ഥാനാർത്ഥികൾക്കിടയിൽ വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം ആലപ്പുഴ DCCയിലെത്തിയ മുൻ KPCC പ്രസിഡന്റ് VM സുധീരനാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ KPCC നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള D സുഗതൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെ ഇപ്പോൾ അതിൻ്റെ അലയൊലികൾ ഉയർന്നു വരികയാണ്. കാരണം അതിനുശേഷം വീണ്ടും മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഫേസ്ബുക്കിലൂടെയും മറ്റും വെള്ളാപ്പള്ളിക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്നുള്ളൊരു ആരോപണം വീണ്ടും ഉയർന്നു വരുന്നു. ഈ സാഹചര്യത്തിൽ ആലപ്പുഴ മണ്ഡലവും ആലപ്പുഴ UDF സ്ഥാനാർത്ഥിക്കും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ SNDPക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ യാതൊരു കാരണവശാലും ഒരു സ്ഥാനാർത്ഥിയെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. പ്രധാനമായിട്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി ഒരു സമുദായ നേതാവാണ്. ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് വളരെയധികം തെറ്റായിപ്പോയി. അത് സ്ഥാനാർത്ഥിയെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിലെ ഒരു വിഭാഗം ഉന്നയിച്ചു കഴിഞ്ഞു. അവർ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനും തങ്ങളുടെ പരാതികൾ അയക്കും എന്ന് തന്നെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും ഇന്ന് മണ്ഡലത്തിൽ പര്യടനം നടത്തി വരികയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് ഇന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് തൻ്റെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കേറിയ പരിപാടികളിൽ പങ്കെടുത്തത്. രാവിലെ അമ്പലപ്പുഴയിലെ MLAയും മന്ത്രിയും കൂടിയായിട്ടുള്ള സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കൂടിയായിട്ടുള്ള G സുധാകരനാണ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വളരെയധികം ആവേശകരമായ സ്വീകരണമാണ് നമുക്ക് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് കാണാൻ സാധിച്ചത്. ഇതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വോട്ട് തേടിയുള്ള യാത്രയായിരുന്നു. വളരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. ഇതോടൊപ്പം തന്നെ മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാർ മാവേലിക്കര മണ്ഡലത്തിലാണ് ഇന്ന് സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്തത്. രാവിലെ മാവേലിക്കര MLA കൂടിയായിട്ടുള്ള രാജേഷാണ് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം മാവേലിക്കര മണ്ഡലത്തിൽ തൻ്റെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വീകരണ യോഗങ്ങളിലൊക്കെ തന്നെ ആയിരുന്നു. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് മാവേലിക്കര മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഇന്ന് ലഭിച്ചത്. മധ്യ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുക്കുകയാണ്. കനത്ത ചൂടിനെ അവഗണിച്ചും ഇടത് വലത് സ്ഥാനാർത്ഥികൾ ശക്തമായി പ്രചരണ രംഗത്തുണ്ട്. എന്നാൽ തൃശൂരിൽ NDA സ്ഥാനാർത്ഥി ഇതുവരെ എത്താത്തത് BJP പ്രവർത്തകർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നും അഭിരാമിന്റെ റിപ്പോർട്ടിലേക്ക്. തൃശ്ശൂർ മണ്ഡലത്തിലെ അന്തരീക്ഷ താപനില ഉയർന്നതിനനുസരിച്ച് തന്നെ തൃശ്ശൂർ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ചൂടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു സ്ഥാനാർത്ഥികളും തൃശ്ശൂർ ജില്ലയിലെ LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസും UDF സ്ഥാനാർത്ഥി TN പ്രതാപനും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ബൂത്ത് ഉദ്ഘാടനം അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ പലയിടങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഉണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് തൃശ്ശൂരിലെ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പുരോഗമിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയാകട്ടെ ഒല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ഒല്ലൂർ മണ്ഡലത്തിൽ അടക്കമുള്ള പ്രദേശങ്ങളിലും UDF സ്ഥാനാർത്ഥി മണലൂർ അടക്കമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്ന് വിവിധ ക്യാമ്പയിനുകളിലും കൺവെൻഷനുകളുമായി പങ്കെടുത്തത്. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ജനങ്ങൾ നേരിട്ട് കാണാനായി മല പ്രദേശങ്ങളിലും സന്ദർശിക്കുന്നുണ്ട്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതുകൊണ്ട് തന്നെ LDF സ്ഥാനാർത്ഥി പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. അദ്ദേഹം ഒരു തവണ നടത്തിയ പല പ്രദേശങ്ങളിലും ഇപ്പോഴാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോകുന്നത്. അത്തരത്തിൽ പല പ്രദേശങ്ങളിലും ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ സന്ദർശനം നടത്തുകയുണ്ടായിരുന്നു. ഈ കടുത്ത ചൂട് ഒരു ബുദ്ധിമുട്ടാകില്ലെന്നും തിരഞ്ഞെടുപ്പ് ചൂട് ഈ ചൂടിനേക്കാൾ ഭയങ്കരമായ തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ പോകുമെന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. അന്തരീക്ഷത്തിലെ ഊഷ്മാവ് 40-41 ഡിഗ്രിയാണെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇലക്ഷൻ്റെ ഊഷ്മാവ് 50 ഡിഗ്രിക്ക് മുകളിലായി മാറി.
ഒപ്പത്തിനൊപ്പം എത്തുന്നതാണ് പ്രചരണത്തിന്റെ ആദ്യത്തെ ഘട്ടം. പിന്നിട്ട് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും കിടക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. BDJസിനാണ് തൃശൂർ മണ്ഡലം നൽകിയതെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ തുഷാർ വെള്ളാപ്പള്ളി വരും എന്നത് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അത് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനത്തിലേക്ക് പോകാത്തത് NDA ക്യാമ്പിൽ ഇപ്പോഴും നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. NDA നേതൃത്വം ഇപ്പോഴും അത് പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതാണ്. അതുപോലെ തന്നെ BDJ സ്ഥാനാർത്ഥി എത്രത്തോളം തൃശൂർ ജില്ലയിലെ BJP ഉൾക്കൊള്ളാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വലിയ പരിപാടികളിലേക്ക് തൃശൂർ ജില്ലയിലെ BJP പോയിരുന്നു. ആ ഒരു അവസരത്തിലാണ് BDJസിന് തൃശൂർ സീറ്റ് കൈമാറുന്നതും തുടർന്ന് തുഷാർ വെള്ളാപ്പള്ളി വരുന്നതും. അത് കടുത്തൊരു അമർഷം തന്നെ തൃശ്ശൂരിലെ BJP ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ NDA വൈകുന്നതും എന്നാൽ പ്രചരണത്തിൽ ഏറെ മുന്നിലേക്ക് LDF പോയതും പ്രചരണത്തിൽ LDFനോടൊപ്പം എത്താൻ UDF ശ്രമിക്കുന്നതുമായ ഒരു അവസ്ഥയാണ് തൃശൂർ ജില്ലയിലുള്ളത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണെന്നാണ് പൊതുവെയുള്ള പ്രചരണം. എന്നാൽ അത്തരത്തിലൊരു ത്രികോണ മത്സരമില്ലെന്നും ഇടത് വലത് മുന്നണികൾ തമ്മിൽ നേരിട്ടുള്ള മത്സരം മാത്രമാണ് നടക്കുന്നതെന്നുമാണ് LDF സ്ഥാനാർത്ഥി VN വാസവന്റെ നിലപാട്. NDAക്ക് കാര്യമായ പ്രസക്തി ഈ മണ്ഡലത്തിൽ ഇല്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കോട്ടയത്തു നിന്നും പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കടുത്ത വേനൽച്ചൂടിനെയും അവഗണിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ പര്യടനം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തുടരുകയാണ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VN വാസവൻ പ്രധാനമായും വോട്ടഭ്യർത്ഥിച്ചെത്തിയത് ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണ്. പ്രളയബാധിത മേഖലകളായിട്ടുള്ള കുമരകം അടക്കമുള്ള മേഖലകളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. പ്രത്യേകിച്ച് പ്രളയബാധിത സമയത്തെല്ലാം തന്നെ അവിടെയെല്ലാം ഒരു രക്ഷാപ്രവർത്തനത്തിലെല്ലാം തന്നെ നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥി അവിടെ സൗഹൃദങ്ങൾ പുതുക്കുകയും ഒപ്പം നിരവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഉച്ചയോടുകൂടി ഭിന്നശേഷിക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കുമാരനെല്ലൂരിലെത്തിയിരുന്നു. അങ്ങനെ ഏറ്റുമാനൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കായിരുന്നു പ്രധാനമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥി സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയത്. ഈ മണ്ഡലത്തിൽ ഉള്ളത് ത്രികോണ മത്സരമാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയോട് ഇത് ത്രികോണ മത്സരമായി കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മണ്ഡലത്തിലെ മത്സരത്തെ ഒരു ത്രികോണ മത്സരമായി കാണുന്നില്ല എന്നും അത് UDFും LDFും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് എന്നാണ് സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ ആവേശകരവും കൂടുതൽ വിജയപ്രതീക്ഷയും സാധ്യതകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നാനാതരത്തിലുള്ള ജനവിഭാഗങ്ങൾ കൂടുതൽ ഞങ്ങളോട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നു. അത് ഇപ്പോൾ ചൂടും പരവേശവും ഒന്നും ഒരു പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ എല്ലാവരും വിചാരിച്ചു ചൂടൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നോട്ട് വന്നു. ഇപ്പോൾ കണ്ടല്ലോ കണ്ടക്കാൻ ടച്ചിക്കാൻ നമ്മുടെ പരിപാടിയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തും ഞങ്ങൾ നിശ്ചലമായി നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, രാവിലെ ഇറങ്ങിയാൽ രാത്രി വരെ വളരെ ആവേശകരമായി പോകാൻ കഴിയുന്ന അനുഭവങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഈ കോട്ടയത്തെ ത്രികോണ മത്സരമാണോ LDF-UDF മത്സരം? LDF-UDF മത്സരമാണ്. ത്രികോണത്തിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ത്രികോണത്തിന്റെ സാധ്യതയൊന്നും ഇതുവരെ കണ്ടില്ലെങ്കിൽ. അതേസമയം UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാകട്ടെ നീണ്ടൂർ, തലയാഴം, അതുപോലെ വൈക്കം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഒപ്പം അകലക്കുന്നം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വിവിധ കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു. കാരണം മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ UDFന്റെ കൺവെൻഷനുകൾ തുടങ്ങി വച്ചിരിക്കുകയാണ്. കാരണം ലോക്സഭാ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ പൂർത്തീകരിച്ചു. അതിനുശേഷമുള്ള മണ്ഡലം തലത്തിലുള്ള കൺവെൻഷനുകളെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിനായിരുന്നു UDF സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴിക്കാടൻ പ്രത്യേകമായി സമയം കണ്ടെത്തിയത്. അദ്ദേഹം വിവിധ കൺവെൻഷൻ കേന്ദ്രങ്ങളിലെത്തിയതെല്ലാം തന്നെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥി PC തോമസ് ആകട്ടെ പ്രധാനമായും ഇന്ന് കോട്ടയം മണ്ഡലത്തിലായിരുന്നു. അവരുടെ കൺവെൻഷനുകളായിരുന്നു മണ്ഡലത്തിൽ നടന്നിരുന്നത്. അങ്ങനെ വിവിധ പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനെല്ലാം നടക്കുകയാണ്. ഇവിടെയെല്ലാം തന്നെ സഞ്ചരിക്കുന്നതിനും അവിടെ എത്തി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. NDAയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പ്രധാനമായും കോട്ടയം ശാസ്ത്രീയ ഓഫീസിലാണ് തുറന്നിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടനവുമായി മറ്റ് ബന്ധപ്പെട്ട ചടങ്ങുകളിലായിരുന്നു അദ്ദേഹം. എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. അത് UDFും LDFും തമ്മിലുള്ള മത്സരമാണ് എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നത്. എന്നാൽ പ്രചരണം കൊടും ചൂടിനെ വകവയ്ക്കാതെ അതിനെയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വൈകുന്നേരം മിക്ക വീടുകളിലും സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ നോട്ടീസ് എത്തിക്കുന്ന തരത്തിലെല്ലാം പ്രവർത്തകരെല്ലാം തന്നെ വലിയൊരു ആവേശത്തിലേക്കായി കഴിഞ്ഞു. എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടം വലിയ ഒരു ആവേശത്തിലേക്ക് തന്നെ ഉയർന്നിരിക്കുകയാണ്. അതിനെ വലിയൊരു ആഘോഷമായി തന്നെയാണ് ഓരോ പ്രവർത്തകരും കാണുന്നത്. മധ്യ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഇതോടെ പൂർത്തിയാവുകയാണ്.
മലബാർ മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി മേഘ ചേരും. വടക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുതൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ നിറഞ്ഞ ഒരു മണ്ഡലമായിരുന്നു വയനാട് പാർലമെന്റ് മണ്ഡലം. ഇന്ന് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് വയനാട്. വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്തയുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് കെ ആർ ചേരുന്നു. നാടകീയതകൾ തുടരുകയാണ്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്നു. രാഹുൽ വരുമോ ഇല്ലയോ എന്നാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്കയോടെ കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇന്നുച്ചയ്ക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുമെന്ന് വയനാട് DCC കരുതി. ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്ത് അവർ ആശങ്കയോടെ കാത്തിരുന്നു. എന്നാൽ വാർത്താ സമ്മേളനത്തിന് ശേഷവും അനിശ്ചിതത്വം ബാക്കി. എന്നാൽ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നാണ്, അതാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയോജകമണ്ഡല കൺവെൻഷൻ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് കൺവെൻഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതൊക്കെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ്. വൈകിട്ട് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ദക്ഷിണേന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. എന്നാൽ ഇതിൽ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു, സ്റ്റേറ്റ് ഓഫ് കർണാടക ആൻഡ് സ്റ്റേറ്റ് ഓഫ് കേരള had specifically sent written and oral requests asking Congress President Shri Rahul Gandhi to contest from these 3 respective states. No decision has been taken as yet. The party will tell you as and when a decision on this is taken. First of all, Amethi is Rahul ji's Karam Bhumi. I answered that earlier and let me say it again. And it shall always remain Rahul ji's Karam Bhumi. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകുകയും രാഹുൽ ഗാന്ധി പിന്മാറുകയും ചെയ്താൽ അത് പ്രചരണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്നതാണ് UDFനെ ആശങ്കപ്പെടുത്തുന്നത്. LDF സ്ഥാനാർത്ഥി PP സുനിലാകട്ടെ മണ്ഡലത്തിൽ 2ാം ഘട്ട പര്യടനത്തിലാണിപ്പോൾ. ഇന്ന് വയനാട്ടിൽ നെല്ലിയാമ്പത്തുനിന്ന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പര്യടനം കോട്ടത്തറ വരെ നീണ്ടു. മണ്ഡലത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും അദ്ദേഹം പ്രചരണത്തിൽ വലിയ മേധാവിത്വം നേടിക്കഴിഞ്ഞു. ആശയക്കുഴപ്പം തുടർന്നാൽ അത് പ്രചരണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുമെന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് വലിയ തലവേദനയാവുകയാണ്. പൊന്നാനിയിൽ ഇന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ തവനൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തിയത്. UDF സ്ഥാനാർത്ഥി തിരൂർ പ്രദേശങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ NDA സ്ഥാനാർത്ഥി ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടന രംഗത്തേക്ക് ഇറങ്ങിയതേയില്ല. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി AK ലതീഷ് ചേരുന്നു. നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ട് വളാഞ്ചേരിയുടെ മൺതരികളെ പുലകച്ചാർത്തെളിയിച്ചുകൊണ്ട് പിന്നിട്ട വീതികളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ കടന്നു വരികയാണ്. പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പോര് മുറുകുകയാണ്. ഇടത് വലത് മുന്നണികൾ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. റോഡ് ഷോയും മണ്ഡല പര്യടനവുമായി മണ്ഡലത്തെ ഇളക്കിമറിച്ചാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ പര്യടനം പുരോഗമിക്കുന്നത്. തവനൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലായിരുന്നു ഇന്ന് PV അൻവറിന്റെ പര്യടനം. കൃത്യമായ സ്വീകരണമാണ് തവനൂർ മണ്ഡലത്തിലുടനീളം PV അൻവറിന് ലഭിച്ചത്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും നിങ്ങളുടെ സമ്മതിദാനാവകാശം PV അൻവറിനെ രേഖപ്പെടുത്തിയ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്താൻ ഞങ്ങൾ ഒരുങ്ങി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൊന്നാനിയുടെ രാഷ്ട്രീയ ചരിത്രം ജനപ്രിയ നായകൻ കഴിഞ്ഞ 10 വർഷം ഈ പാർലമെന്റ് മണ്ഡലം പ്രതിനിധാനം ചെയ്ത പാർലമെന്റ് MP-യുടെ വെബ്സൈറ്റിലൂടെ ഈ പ്രദേശത്ത് ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് അവർ പരിശോധിക്കുമ്പോൾ അവരുടെ കിട്ടുന്ന റിസൾട്ട് നിരാശാജനകമാണ്. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. തിരൂർ നിയോജക മണ്ഡലം കൺവെൻഷനിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. എൻ്റെ ആദ്യത്തെ ഇലക്ഷനേക്കാൾ വലിയ ആവേശം കാണുന്നുണ്ട്. താഴെ തട്ടിൽ തന്നെ പ്രവർത്തകർ ഇത്രയും ഊർജ്ജസ്വലതയോട് വന്ന സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വളരെ ഹാപ്പിയാണ്. നല്ല ഭൂരിപക്ഷം. തിരുവനന്തപുരത്ത് BJP നേതൃയോഗമുള്ളതിനാൽ NDA സ്ഥാനാർത്ഥി VT രമയ്ക്ക് ഇന്ന് മണ്ഡല പര്യടനം ഉണ്ടായിരുന്നില്ല. ഇടത് വലതു മുന്നണികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നേറുമ്പോൾ NDA BJPയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടം ഉയർത്തിപ്പിടിച്ചാണ് മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തുന്നത്.
മലയോര കർഷകരുടെ വോട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി PK ശ്രീമതി ഇന്ന് മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. മലയോര മേഖലയിലെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ റോഡ് വികസനം ഉൾപ്പെടെയുള്ള അടഞ്ഞുകിടന്ന അധ്യായമെന്ന് കരുതിയ കുറെ പദ്ധതികളൊക്കെ തന്നെയും കഴിഞ്ഞ 5 വർഷം കൊണ്ട് ശ്രീമതി ടീച്ചർക്ക് നടത്താൻ സാധിച്ചു എന്ന ആത്മവിശ്വാസം കൂടിയുണ്ട്. ഏതായാലും ഇരിക്കൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ശ്രീമതി ടീച്ചറുടെ ഇന്നത്തെ പര്യടനം. വലിയ തരത്തിലുള്ള ആവേശോജ്വലമായ സ്വീകരണമാണ് ശ്രീമതി ടീച്ചർക്ക് പല കേന്ദ്രങ്ങളിലും ഇന്നും ലഭിച്ചത്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മലയോര മേഖലയിലായിരുന്നു ഇന്ന് PK ശ്രീമതി ടീച്ചറുടെ പര്യടനം. മലയോര മേഖലയിൽ മലയോര കർഷകർ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ആവേശകരമായ സ്വീകരണമാണ് PK ശ്രീമതി ടീച്ചർക്ക് നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ MP എന്നുള്ള നിലയിൽ മലയോര ജനതയ്ക്കു വേണ്ടി ശ്രീമതി ടീച്ചർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള സ്വീകാര്യതയായിരുന്നു ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ കണ്ടിട്ടുള്ള വലിയ ജനപങ്കാളിത്തവും അതോടൊപ്പം തന്നെ ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചിട്ടുള്ള സ്വീകരണവും. പ്രത്യേകിച്ചും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന മലയോര മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രീമതി ടീച്ചർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിലെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്ത് വലിയ സംഭാവനകൾ, അത്തരത്തിൽ മലയോര മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ NP എന്നുള്ള നിലയിൽ ശ്രീമതി ടീച്ചർക്ക് കഴിഞ്ഞിരുന്നു. അതിനുള്ള ഒരു അംഗീകാരമാണ് ഈ മണ്ഡല പര്യടനത്തിന്റെ സമയത്ത് ഈ മലയോര മേഖലയിൽ നിന്നും ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണവും അതോടൊപ്പം തന്നെ വലിയ ജനപങ്കാളിത്തം, ഈ പരിപാടികളിൽ ഉണ്ടാകുന്ന വലിയ ജനപങ്കാളിത്തവും. ഇരിക്കൂർ മണ്ഡലത്തിലും പേരാവൂർ മണ്ഡലത്തിലും ഇരിക്കൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും എന്തിനേറെ ശ്രീകണ്ഠപുരത്ത് നിന്ന് തുടങ്ങുന്ന കണിയാർ വയലിൽ നിന്ന് തുടങ്ങുന്ന കാഞ്ഞിലേരി വഴി തിരൂർ ഉളിക്കലിലേക്ക് പോകുന്ന റോഡിന് 68 കോടിയാണ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു രാജകീയ പാത നമ്മുടെ ഇരിക്കൂറിലേക്ക് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച റോഡ്. ഇപ്പം വരുമ്പോഴെല്ലാം ഏത് ഭാഗത്തെ കൂടിയാണ് പോകേണ്ടതെന്ന് തോന്നുന്ന വിധത്തിൽ ഇത് വല്ല സിറ്റിയാണോ അല്ല മറ്റേതെങ്കിലും എത്ര മനോഹരമായൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ റോഡ് ഫണ്ട് നമ്മുടെ മലയോര മേഖലയിൽ കിട്ടിയിട്ടുള്ളത് 6 റോഡുകളാണ്. അങ്ങനെ 6 റോഡുകൾ കോടിക്കണക്കിന് രൂപയുടെ റോഡുകളാണ്. 250 കോടിയോളം നമുക്ക് കിട്ടിയതിൽ പകുതി ഏകദേശം മലയോര മേഖലയിലാണ്. ഓരോ കേന്ദ്രങ്ങളിലും ബാൻഡ് മേളത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ശ്രീമതി ടീച്ചർക്ക് സ്വീകരണം നൽകിയിട്ടുള്ളത്. നിരവധി പേർ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ ശ്രീമതി ടീച്ചർക്ക് കാണാനും അതോടൊപ്പം തന്നെ പിന്തുണ അർപ്പിക്കാനും എത്തിയിരുന്നു. മലയോര കർഷകർ വലിയ രീതിയിൽ തന്നെ ശ്രീമതി ടീച്ചർക്ക് ഈ തിരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ മേഖലകളിൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ മലയോര കർഷകർ ധാരാളം ഈ മേഖലയിൽ ലഭിച്ചിട്ടുള്ള വലിയ സ്വീകരണം, ശ്രീമതി ടീച്ചർക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്വീകാര്യത കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനത്തിൽ ലഭിച്ചിട്ടുള്ള അംഗീകാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ വീണ്ടും പാർലമെന്റിൽ മലയോര ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മലയോര മേഖലയിലെ വികസനത്തിനു വേണ്ടിയും ശ്രീമതി ടീച്ചർ വിജയിച്ച് വരണം എന്നുള്ള അഭിപ്രായമാണ് മലയോര ജനത പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.